വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് കുറച്ച് റൈറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ പറയുന്നുള്ളത് അംബർട്ടോ എക്കോ, ജോഹൻ ഗോത്തെ, ഹെർമൻ ഹെസെ, ഗണ്ടർ ഗ്രാസ്, തോമസ് മാൻ എന്നീ റൈറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റൈറ്റേഴ്സിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. അംബർട്ടോ എക്കോ എന്നുള്ളത് പ്രോമിനൻറ്റ് ഇറ്റാലിയൻ ഓതർ, ഫിലോസഫർ, സെമിയോട്ടിഷ്യൻ ആൻഡ് ലിറ്റററി ക്രിട്ടിക്കാണ്. അദ്ദേഹം അറിയപ്പെടുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള ദ നെയിം ഓഫ് ദ റോസ് എന്ന നോവലിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെമിയോട്ടിക്സിലുള്ള വർക്ക് കാരണമായിട്ടുമാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള വർക്ക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഇനി എക്കോസ് ഡിവേഴ്സ് കരിയറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അദ്ദേഹം ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റീസിൽ വാരിയസ് ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റീസിൽ ടീച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് ഇറ്റാലിയൻ റേഡിയോ ടെലിവിഷനിൽ കൾച്ചറൽ എഡിറ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഡിവേഴ്സ് കരിയർ എന്ന് പറയുന്നത്. എക്കോ വാസ് എ ലീഡിംഗ് ഫിഗർ ഇൻ ദ ഫീൽഡ് ഓഫ് സെമിയോട്ടിക്സ്. സെമിയോട്ടിക്സ് എന്ന ഫീൽഡിൽ അദ്ദേഹം ഒരു ലീഡിംഗ് ഫിഗറാണ്. അതുപോലെ തന്നെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ലാംഗ്വേജിലും കൾച്ചറിലും സയൻസും അതുപോലെ തന്നെ സിമ്പിൾസിൻ്റെ സ്റ്റഡി അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്നുള്ളത് ഹി ഓതേർഡ് ഇൻഫ്ലുവൻഷ്യൽ വർക്ക്സ് ഓൺ സെമിയോട്ടിക്സ് ലൈക്ക് തിയറി ഓഫ് സെമിയോട്ടിക്സ്. തിയറി ഓഫ് സെമിയോട്ടിക്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക് എന്നുള്ളത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വർക്കാണ് സെമിയോട്ടിക്സിൽ. അതുപോലെ തന്നെ ലാംഗ്വേജിലും കൾച്ചറിലും എങ്ങനെയാണ് മീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ള റൈറ്റർ എന്നുള്ളത് ജോഹൻ വോൾഫ്ഗാങ് വോൺ ഗോത്തെ എന്ന റൈറ്ററിനെ പറ്റിയിട്ടാണ്. ഈ ഒരു റൈറ്റർ എന്നുള്ളത് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ജർമ്മൻ റൈറ്ററാണ്, പോയറ്റാണ്, പ്ലേ റൈറ്റാണ്, അതുപോലെ തന്നെ നോവലിസ്റ്റ്, സയൻറ്റിസ്റ്റ് ഒക്കെയാണ്. അദ്ദേഹം എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നുള്ളത് ജർമ്മൻ ലിറ്ററേച്ചറിലെ സെൻട്രൽ ഫിഗർ ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്നുള്ളത് വാരിയസ് ജോണേഴ്സ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് പോയട്രി, ഡ്രാമ ആൻഡ് പ്രോസ്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള വർക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഫോസ്റ്റ് എന്ന വർക്ക്. ആ ഒരു വർക്ക് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നുള്ളത് വേൾഡ് ലിറ്ററേച്ചറിലേക്ക് തന്നെ ജർമ്മൻ്റെ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ആ ഒരു വർക്ക് കൺസിഡർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു റൈറ്ററിൻ്റെ ഏതെങ്കിലും വർക്ക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പറയുന്നുള്ള റൈറ്റർ എന്നുള്ളത് ഹെർമൻ ഹെസ് എന്ന റൈറ്ററാണ്. അദ്ദേഹം എന്നുള്ളത് ജർമ്മൻ സ്വിസ് പോയറ്റാണ്. അദ്ദേഹം നോവലിസ്റ്റാണ്, അതുപോലെ തന്നെ പെയിൻറ്ററാണ്. അദ്ദേഹത്തിന് 1946 ലിറ്ററേച്ചറിൽ ഒരു നോബൽ പ്രൈസ് അവാർഡ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് സെൽഫ് ഡിസ്കവറി, സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റ് ആൻഡ് ദ ഇൻഡിവിജ്വൽസ് റിലേഷൻഷിപ്പ് വിത്ത് സൊസൈറ്റി ആൻഡ് നേച്ചർ, ഇങ്ങനെയുള്ള തീംസൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് എന്നുള്ളത്. ഇനി ഈ ഒരു റൈറ്ററിൻ്റെ നോട്ടബിൾ വർക്ക്സാണ് പറയുന്നുള്ളത്. ആദ്യം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഡേമിയൻ എന്ന നോവലിനെ പറ്റിയിട്ട്. ആ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആ ഒരു നോവലിലെ പ്രൊട്ടഗണിസ്റ്റിൻ്റെ ഇന്നസെൻസിൽ നിന്നും റിബല്യനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സെൽഫ് ഡിസ്കവറിനെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ് സിദ്ധാർത്ഥ എന്നുള്ള വർക്ക്. ആ ഒരു നോവൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരാളുടെ സ്പിരിച്വൽ ജേണിയെ പറ്റിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം, അതൊക്കെയാണ് ഈ ഒരു നോവൽ ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഇനി സ്റ്റെഫൻ വോൾഫ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട് ഒരാളുടെ സ്ട്രഗിൾ, ഒരു മാൻ്റെ സ്ട്രഗിൾ വിത്ത് എ ഡിവൈഡഡ് സൊസൈറ്റി ആൻഡ് എ ഡിവൈഡഡ് സെൽഫ്. എങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മാൻ്റെ സ്ട്രഗിൾസിനെ പറ്റിയിട്ടാണ് ആ ഒരു നോവൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത്. ഇനി ദ ഗ്ലാസ് ബെഡ് ഗെയിം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നോവൽ, ആ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എ യൂട്ടോപ്യൻ സൊസൈറ്റി ആൻഡ് ദ പേഴ്സ്യൂട്ട് ഓഫ് നോളജ് ആൻഡ് മീനിങ്. നോളജും അതുപോലെ തന്നെ മീനിങ് ഒക്കെ പിന്തുടരുന്നതും അതുപോലെ തന്നെ യൂട്ടോപ്യൻ സൊസൈറ്റിയൊക്കെയാണ് ഈ ഒരു നോവലിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഹെർമൻ ഹെസ് എന്ന റൈറ്ററിൻ്റെ മറ്റ് വർക്ക്സ് നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് ഗണ്ടർ ഗ്രാസ് എന്ന റൈറ്ററിനെ പറ്റിയിട്ടാണ്. അദ്ദേഹം എന്നുള്ളത് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ജർമ്മൻ ഓതറാണ്, അതുപോലെ തന്നെ നോബൽ ലോറൈറ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ നോവലായിട്ടുള്ള ദ ടിൻ ഡ്രം, കാറ്റ് ആൻഡ് മൗസ് ആൻഡ് ഡോഗ് ഇയേഴ്സ് എന്ന ഈ ഒരു നോവലിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ആഫ്റ്റർ മാത്ത് ഓഫ് വേൾഡ് വാർ സെക്കൻഡ് ആൻഡ് നാസി ജർമ്മനി. ഇതിനൊക്കെ പറ്റിയിട്ടാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം എന്നുള്ളത് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം
വാദിക്കുന്നുള്ളത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിക്കുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡാൻസിങ് ട്രിലോജി എന്ന് പറയുന്നുള്ളത് എന്ത് ആയിട്ടുണ്ട്, ജർമ്മൻ ലിറ്ററേച്ചറിൽ തന്നെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ടാണ് പിന്നീട് വരുന്നുള്ളത്. ആ ഒരു കോർണർ സ്റ്റോൺ ആയിട്ടുള്ള ആ ഒരു വർക്ക് എന്നുള്ളത് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു ട്രിലോജിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വർക്ക്സാണ് ദ ടിൻ ഡ്രം, കാറ്റ് ആൻഡ് മൗസ്, ഡോഗ് ഇയേഴ്സ് എന്നുള്ളത്. ഇനി അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീംസ് എന്നുള്ളത് തീംസ് ഓഫ് ഐഡൻറ്റിറ്റി, മെമ്മറി ആൻഡ് ദ ലീഗസി ഓഫ് ദ നാസി ഇറ. ഗണ്ടർഗ്രാസിൻ്റെ മറ്റുള്ള വർക്ക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പറയുന്നുള്ള റൈറ്റർ എന്നുള്ളത് തോമസ് മാൻ എന്ന റൈറ്ററാണ്. അദ്ദേഹം എന്നുള്ളത് ജർമ്മൻ നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആയിട്ടുള്ള ബേർഡ് ആൻഡ് ബ്രൂക്സ്, ഡെത്ത് ഇൻ വെനീസ് ആൻഡ് ദ മാജിക് മൗണ്ടെയിൻ എന്നീ വർക്ക്സിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം എന്നുള്ളത് ഫാസിസത്തിനും അതുപോലെ തന്നെ നാസിസത്തിനൊക്കെ, ജർമ്മനിയിലുള്ള നാസിസത്തിനൊക്കെ ഓപ്പോസായിട്ടാണ്, സ്ട്രോങ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു, എതിരായിരുന്നു. അപ്പം തോമസ് മാനിനെ പറ്റിയിട്ടുള്ള മറ്റുള്ള വർക്ക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് തോമസ് മാൻ എന്ന റൈറ്ററിൻ്റെ കീ തീംസ് ആൻഡ് സ്റ്റൈൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്നുള്ളത് എക്സ്പ്ലോറേഷൻ ഓഫ് ആർട്ട് ആൻഡ് ദ ആർട്ടിസ്റ്റ്, ആർട്ടിനെയും ആർട്ടിസ്റ്റിനെയും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയിലുള്ള ആർട്ടിസ്റ്റിൻ്റെ റോളും റെസ്പോൺസിബിലിറ്റീസൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്ക്സിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ക്രിട്ടിക്ക്, മാൻസിൻ്റെ നോവൽ, എസ്സേസൊക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഇനീക്വാളിറ്റീസിനെയും അതുപോലെ തന്നെ ഡേഞ്ചേഴ്സ് ഓഫ് അൺചെക്ക്ഡ് പവറിനെയൊക്കെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്, ഇത്രയൊക്കെ റൈറ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു റൈറ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു റൈറ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്സാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.